إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകളെല്ലാം കൃത്യമായി നമുക്ക് കഴിയാവുന്ന അത്ര സൂക്ഷ്മതയോടെ, പരിശുദ്ധിയോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, നമ്മൾ എത്തിപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായി പാലിക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും പുരോഗതിയും നന്മയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും
കൃത്യമായ ലക്ഷ്യത്തിലും പൂർണ്ണമായ പ്രതിഫലവും നൽകുന്ന രൂപത്തിൽ അല്ലാഹു ആക്കി തീർക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂൻ 52-53 വചനങ്ങളാണ് ആമുഖമായിട്ട് ഓതി വെച്ചത്. മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണ്, ഏത് വഴിയിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായും വ്യക്തമായിട്ടും അല്ലാഹു നമുക്ക് പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിനൊക്കെ കുറിച്ചുള്ള ഏകദേശ പരാമർശമാണ് ഈ 2 ആയത്തുകളിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. വഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ. ഇതാണ് യഥാർത്ഥ സമൂഹം, സമുദായം. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അവസാന ഭാഗമായിട്ട് അല്ലാഹു പറഞ്ഞതാണ് വഅന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക. എന്നാൽ ഫതഖത്തഉ അംറഹും ബൈനഹും സുറ, എല്ലാം വ്യക്തമായതിനു ശേഷം, എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷവും ഫതഖത്തഉ അംറഹും ബൈനഹും സുറ, ആളുകൾ പരസ്പരം ഭിന്നിച്ചു പോയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ കക്ഷികളായി മാറിയിട്ടുണ്ട്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ കക്ഷികളും, ഓരോ പാർട്ടികളും ബിമാ ലദൈഹിം ഫരിഹൂൻ, അവരുടെ കൈകളിലുള്ളതിനെ കുറിച്ച് സന്തോഷവാന്മാരാണ്, ഹാപ്പിയാണ്. ഒരു ഭാഗത്ത് അല്ലാഹു പറയുന്നു എല്ലാം കൃത്യമാണ്, വ്യക്തമാണ്, ശരിയും തെറ്റുമെല്ലാം വേർതിരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ച് ഒരുപാട് ഗ്രൂപ്പുകളും പാർട്ടികളൊക്കെ ആയിട്ട് ആളുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ മൊത്തം ഒരവസ്ഥ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കലണ്ടറിലൊക്കെ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി എന്നൊക്കെ കാണുന്നു അല്ലേ? ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഏകദേശം കണക്കുകൾ പറയുന്നത് 85 കോടി എന്നാണ്. ഈ 85 കോടി, അത് 850 കോടി, 850 കോടിയിൽ ഒരു 20-25% ക്രൈസ്തവരാണ്. അവരൊരു പ്രത്യേക ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആരാധനകളും കർമ്മങ്ങളും ഒക്കെയായിട്ട് അവർ ശക്തമായിട്ട് 100% സത്യമാണ് എന്ന് വിശ്വസിച്ച് അവരങ്ങനെ പോകുന്നവരാണ്. ഒരു പരിധിവരെ അവരുടെ ആശയവും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുവാനും ആളുകൾ ബോധ്യപ്പെടുത്താനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായേക്കാം. എന്നാൽ മുസ്ലിങ്ങളായ നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഉറച്ചു വിശ്വസിക്കുന്നു. ഖുർആൻ പറയാണ് ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. അദ്ദേഹത്തെ അവർക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആരെയാണ് കൊന്നത്? വലാകിൻ ശുബ്ബിഹ ലഹു, അവർക്ക് അദ്ദേഹത്തെ പോലെ മറ്റൊരാളുടെ സാദൃശ്യമുള്ള മറ്റൊരു വ്യക്തിയെയാണ് അവർ കൊന്നത്. അല്ലാഹു ഈസാ നബിയെ മുകളിലോട്ട് ഉയർത്തി എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ സത്യമൊന്നും കുറെ ആളുകൾ വിശ്വസിക്കുന്നത് മറ്റൊന്നുമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ലോകത്തിന്റെ മറ്റൊരു സംഭവ വികാസമാണ് 1-2 രാജ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് രാജ്യങ്ങൾ
മറ്റൊരു രാജ്യത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ കുറേ കുറ്റങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാക്കി നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് ഇപ്പോൾ നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളെ കുറിച്ച് മാത്രം. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ പലപ്പോഴും എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിലൊക്കെ നമ്മളൊക്കെ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കാം. ഇന്ന ആളുകൾ ചെയ്തത് ശരിയാണ്, ഇന്ന ആളുകൾ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം തിരിച്ചും മറിച്ചൊക്കെ ചിന്തിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. അതെന്തോ ആവട്ടെ, അതൊന്നുമല്ല വിഷയം. നമ്മുടെ കേരളം അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് അല്ലേ. അടുത്ത ആഴ്ച നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ നമ്മളതൊക്കെ തീരുമാനിച്ച വ്യക്തികളായിട്ടായിരിക്കാം ഇരിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലൂടെയൊക്കെ ചിന്ത പോകുന്നു അല്ലേ. നമ്മുടെ റോഡിലേക്ക് എത്തിയാൽ ഒരുപാട് പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടേതായ ചിന്തകളും ആശയങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി നോക്കൂ, നമ്മളുടെ ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കൾക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായക്കാരായിരിക്കാം. എല്ലാവരും ഒരേ ലക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ ഒരേ പാർട്ടിയിലൂടെ ഒരേ ചിന്താഗതിയിലൂടെ ഒന്നും പോകുന്നവർ ആവണം എന്നില്ല. അപ്പൊ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, നോക്കിക്കാണുന്നത് വ്യത്യസ്ത വിവിധങ്ങളായ രൂപത്തിലാണ് എന്നതാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം വ്യക്തമാണ്, ഓരോ കാര്യങ്ങളും വ്യക്തമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും വ്യത്യസ്തങ്ങളായി പോകുന്നു. സത്യം ഒന്നേ ഉള്ളൂ അല്ലേ. ലോകത്തിന്റെ സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ. ലോകത്തിന് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ അല്ലേ. എപ്പോഴും ഒരു കാര്യത്തിൽ ഒരു ശരിയേ ഉണ്ടാവുള്ളൂ, ഒരു കാര്യത്തിൽ കുറേ ശരികൾ ഉണ്ടാവുള്ളൂ ഇല്ലല്ലോ, ഒരു ശരിയേ ഉണ്ടാവുള്ളൂ. അപ്പോ ഖുർആൻ പറയുന്നതെല്ലാം ശരിയാണ് അല്ലേ. മരിക്കും എന്നുള്ളത് ശരിയല്ലേ, ഖബർ ജീവിതം ഉണ്ട് എന്നുള്ളത് ശരിയല്ലേ, സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, ഇതൊക്കെ ശരിയല്ലേ. അപ്പോൾ ഈ ശരികളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഞാനും. ഇപ്പൊ ഇതിന് മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ആരുടെ കൂടെ നിൽക്കണം, എന്ത് അഭിപ്രായം പറയണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനുള്ള പല അവസ്ഥകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. സത്യവിശ്വാസികൾ എന്ന നിലയിൽ, മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ കുറെ കൂടി നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾ എന്ന നിലയിലൊക്കെ നമ്മളെപ്പോഴും എല്ലാ മേഖലയിലും, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും, നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ, മറ്റു കുടുംബത്തിലാവട്ടെ, നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും. നമ്മളെപ്പോഴും സത്യത്തിൻ്റെ കൂടെ ആയിരിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ, നിങ്ങൾ ആയിരിക്കണം ഖവ്വാമീന ബിൽ ഖിസ്ത്, യഥാർത്ഥ നിയമത്തിൻ്റെ, യഥാർത്ഥ സത്യത്തിൻ്റെ, യഥാർത്ഥ നീതിയുടെ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ പ്രത്യേക ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ചൊന്നും പറയുന്നതല്ല. നമ്മൾ ഇടപെടുന്ന സർവ മേഖലയിലും, നമ്മുടെ വീട്ടിലൊരു തീരുമാനമെടുക്കുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവിടെ തീരുമാനം എടുക്കുമ്പോൾ, നമ്മുടെ പള്ളിയിലൊരു വിഷയം ഉണ്ടെങ്കിൽ അതിൽ തീരുമാനം എടുക്കുമ്പോൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും സത്യത്തിൻ്റെ, നീതിയുടെ, ശരിയുടെ ആ ഒരു മാർഗത്തിലായിരിക്കണം, നിലപാടിലായിരിക്കണം
യഥാർത്ഥ മുസ്ലിം എന്ന സ്വഭാവം. അപ്പോൾ എല്ലാ നന്മകളും ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയണം. ആരുടെ കൂടെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയെ അംഗീകരിക്കാനും ആ നന്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് സ്വീകരിക്കാനൊക്കെ നമ്മൾ കഴിയണം. എല്ലാ തിന്മകളെയും നമ്മൾ പാടെ വെടിയണം. ഇതൊക്കെയായിരിക്കണം സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മുടെ നിലപാടും തീരുമാനങ്ങളും. അല്ലാഹു നമ്മെ എപ്പോഴും പരമാവധി സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ പറയുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أوصيكم ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹു നമ്മോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു. നമ്മളൊക്കെ ഓരോ ദിവസവും അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത്? 5 നേരം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നു അല്ലേ? രാവിലെയും ഉച്ചക്കും രാത്രിയും നമ്മൾ ഭക്ഷണം കഴിക്കും. രാത്രി ഒരു 4-5 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ സമയം കണ്ടെത്തുന്നു. ഒരു ദിവസം 1-2 തവണ കുളിക്കുന്നു, ഡ്രസ്സൊന്ന് മാറ്റിയെടുക്കുന്നു. പിന്നെ നമ്മുടേതായ ജോലി എന്താണോ അത് നമ്മളങ്ങനെ ചെയ്യും. ഇതല്ലേ സത്യത്തിൽ നമ്മുടെ ഓരോ ദിവസവും? ഇതന്നെയാണ് ലോകത്തുള്ള എല്ലാ ആളുകളും ചെയ്യുന്നത്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകളാവുമ്പോൾ അവരുടേതായ ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് മാറ്റും. ലോകം മൊത്തം ഇങ്ങനെയാണ്. അപ്പൊ ഇതിനപ്പുറം മാറി ചിന്തിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ കൊണ്ട് നടക്കുമ്പോൾ അത് പ്രാവർത്തികമാകും. ഒരു മനുഷ്യൻ നല്ലത് ചിന്തിച്ചാലും മോശമായ കാര്യം ചിന്തിച്ചാലും അത് നടക്കും. ഓരോ ചിന്തകൾക്കും നല്ല ശക്തിയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ മുമ്പ് ചിന്തിച്ച കുറേ കാര്യങ്ങൾ അതാണ് സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു 4-5 വർഷം മുമ്പ് നാം ചിന്തിച്ചതും നമ്മൾ പ്ലാൻ ചെയ്തതുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി, പടച്ചവന്റെ അനുമതിയോടുകൂടി ഇവിടെ സംഭവിച്ചു. അപ്പോ ഒരു മനുഷ്യന്റെ ചിന്തക്ക് വല്ലാത്ത ശക്തിയുണ്ട്, പവറുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ഈ ലോകത്തെ സ്വാധീനിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് അല്ലെ, 1-2 രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കണം എന്ന് ചിന്തിച്ചു, പ്ലാൻ ചെയ്തു. അത് സംഭവിച്ചു. ആ ആക്രമണം നടന്നപ്പോൾ ഇന്ന് ലോകത്തിന്റെ ഓരോ അടുക്കളയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായോ? അതാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്തെങ്കിലും ചിന്തിച്ചാൽ അത് ലോകത്തെ മൊത്തം പിടിച്ചു കൊടുക്കും. നമ്മൾ ചിന്തിച്ചാലും അതന്നെയാണ് സംഭവം. തോമസ് ആൽവ എഡിസൺ ചെറിയ ക്ലാസ്സിൽ വെച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയാണ്. എന്താ കാരണം? പഠിക്കില്ല, മണ്ടനാണ്, വികൃതിയാണ്, പൊട്ടത്തരം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് LP ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു കുട്ടി. ആ കുട്ടിയെ ഇങ്ങനെ നിരന്തരമായി കുട്ടിയുടെ അമ്മ, ഉമ്മ
പ്രോത്സാഹിപ്പിച്ചപ്പോൾ തോമസ് ആൽവ എഡിസൺ മരണപ്പെടുന്നതിന് മുമ്പ് 1022 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ചെറിയ ക്ലാസ്സിൽ വെച്ച് നീ പൊട്ടനാണ്, നീ മണ്ടനാണ്, നീ ബുദ്ധിയില്ലാത്തവനാണ്, നിന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവൻ മരണപ്പെടുന്നതിന് മുമ്പ് 1022 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഈ 1022 കണ്ടുപിടുത്തങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളുടെ ഇപ്പോൾ AC, ഫാന്, കറണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബൾബൊക്കെ. അത് ആ മനുഷ്യന്റെ കണ്ടുപിടുത്താണ്, അവന്റെ ചിന്തയാണ്. അപ്പൊ ആ ചിന്തയുടെ സ്വാധീനം എത്രമാത്രം. അതേ കണ്ടുപിടിച്ച 1022 കണ്ടുപിടുത്തങ്ങളും ഇന്ന് ലോകം സമർത്ഥമായി നമ്മളുടെ മൊബൈലായിട്ടും വീഡിയോ ആയിട്ടും ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ചിന്തകൾക്ക് ശക്തിയുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് 5 നേരം നിസ്കരിക്കുക, 3 നേരം ഭക്ഷണം കഴിക്കുക, രാത്രി ഒന്ന് കടന്നുറങ്ങുക, ഒന്ന് കുളിക്കുക, ഡ്രസ്സ് മാറുക, അവൻ്റെതായ ജോലികൾ ചെയ്യുക, ഇതൊക്കെ വേണം. അതോടൊപ്പം ആരോഗ്യകരമായ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. അള്ളാഹു നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോ അള്ളാഹിനെ ഓർക്കാനും അള്ളാഹുവിന് ആരാധനാകർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് ഖുർആൻ പറയുന്നു. അതോടൊപ്പം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പായി എന്തെങ്കിലുമൊക്കെ നമുക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു പോയ ഒരു വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. മറ്റൊരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു മരത്തിന്റെ താഴെ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഒരു പഴം വീണു. ആപ്പിൾ. നമ്മൾ ഒരു മരത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് ഒരു മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണാൽ നമ്മൾ തല ഒഴിഞ്ഞിട്ടാണ് പോവും. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ഈ പഴം താഴോട്ട് വീണത്, ഈ പഴം എന്തുകൊണ്ട് മേലോട്ട് പോയില്ല എന്ന് നിരന്തരം ചിന്തിച്ചപ്പോഴാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആകാശത്തു കൂടി വിമാനം പറന്നു പോകുന്നത്. എന്നാൽ ഈശ്വരൻ അപ്പൊ ചിന്തകൾക്ക് ശക്തിയുണ്ടോ? ഉണ്ട്, നല്ല ശക്തിയുണ്ട്. ഇത് മോശമായിട്ട് ചിന്തിച്ചാലും ശക്തിയുണ്ട്, നല്ല രൂപത്തിൽ ചിന്തിച്ചാലും ശക്തിയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രവാചകനായ ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത കിട്ടിയിരുന്നു. അദ്ദേഹം ജീവിക്കുന്ന ആ നാട് മക്ക, മക്കയും മക്കയുടെ ചുറ്റുപ്രദേശങ്ങളും ഒക്കെ വളരെ മോശമായിട്ട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം, മദിരാശി, മയക്കുമരുന്ന്, കൊള്ള, കൊല, യുദ്ധം, ഇങ്ങനെ വളരെ വളരെ മോശമായിട്ട് ഈ നാടിനെയും ഈ നാട്ടുകാരെയും നല്ല മനുഷ്യരാക്കി ഈ നാടിനെ മോചിപ്പിക്കണം എന്ന ഒരു ചിന്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായ ഉടനെ 40-ാമത്തെ വയസ്സിൽ മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലിട്ട ഒരു ചിന്തയായിരുന്നു. ആ ചിന്ത വളർന്നു 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 വലുതായി. കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. മക്ക വിജയം, മക്ക ഫത്ഹ് മക്ക കേട്ടിട്ടില്ലേ? അപ്പൊ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചിന്തകൾ, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് നിരന്തരമായി ആ വ്യക്തി ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്താൽ അത് ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് അത് സംഭവിക്കും. അതെല്ലാം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു 5 കൊല്ലം മുമ്പ് ചിന്തിച്ച പ്ലാൻ ചെയ്ത എല്ലാം ഇന്ന് സംഭവിച്ചിട്ടുണ്ടാവും, ഒരു സംശയമല്ല. 5 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിച്ച പ്ലാൻ ചെയ്ത എല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോ ഇന്ന് മുതൽ
നല്ല നല്ല ആരോഗ്യകരമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വിത്തുകളായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഉറപ്പാണ് അടുത്ത 5 കൊല്ലത്തിന് മുമ്പായിട്ട് അത് സംഭവിക്കും. അപ്പൊ എന്തുകൊണ്ട് ആരോഗ്യകരമായ ചിന്തകളെ നമുക്ക് നമ്മുടെ മനസ്സിൽ വിത്തുകളായിട്ട് ഒഴിച്ചു മൂടിക്കൂടാ? നമ്മുടെ ഒക്കെ പള്ളിയില് അമാനി മൗലവിയുടെ തഫ്സീർ കാണാം അല്ലേ? അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ചിന്തിച്ച ഒരു നല്ല ആശയായിരുന്നു. ആളുകളൊക്കെ ഖുർആൻ ഓതുന്നു, ഖുർആന്റെ ഭാഷ അറബിയിലായതുകൊണ്ട് എന്താണ് ഈ ഓതുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിനെ ഒന്ന് മലയാളത്തിൽ പരിഭാഷ ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളോട് പറഞ്ഞു. അതിനു വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഒരു 25 കൊല്ലം അദ്ദേഹം അതിനു വേണ്ടി മെനക്കെട്ടപ്പോൾ ഇന്ന് നമ്മുടെ ഒക്കെ പള്ളിയിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ കാണാം, 4 വോള്യങ്ങളായിട്ട്. അതും ഒരു ചിന്തയായി. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഈ ഖുതുബ കേൾക്കുന്ന ആളുകളിൽ ചെറിയ കുട്ടികളുണ്ട് അല്ലേ? 10 വയസ്സ് മുതൽ 60-70 വയസ്സ് വരെ ഉള്ള പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഖുതുബ കേൾക്കുമ്പോൾ മുതിർന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പം ചിന്തിച്ചിട്ടല്ല അല്ലേ? അങ്ങനെ ഒരു 60-65 വയസ്സ് വരെ ജീവിതത്തിൽ എല്ലാം ചെയ്തതൊക്കെ പരാജയപ്പെട്ട് പൊളിഞ്ഞു പാളീസായ ഒരാൾ. അദ്ദേഹവും ചിന്തിക്കുകയായിരുന്നു, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കറിക്കൂട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കാൻ പറ്റുന്ന. അത് അദ്ദേഹത്തിന്റെ 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ ഒരു കറിക്കൂട്ടിന് ലോകത്തിന് പരിചയപ്പെടുന്നത്, KFC ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 65-ാമത്തെ വയസ്സിലും ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തിയ ചരിത്രം നമുക്ക് വായിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോ, ജനിപ്പിക്കുമ്പോ, ഓരോ ആളുകളുടെ ജീവിതത്തിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടായിരിക്കും. ആ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ എനിക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവ് അത് ചിലപ്പോൾ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതെനിക്ക് മാത്രമേ ഉള്ളൂ. അത് കണ്ടെത്തൽ എൻ്റെ ബാധ്യതയാണ്. ആ കഴിവിനെ ലോകത്തിന് സബ്മിറ്റ് ചെയ്യാനുള്ളത് എൻ്റെ ബാധ്യതയാണ്. അപ്പോ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ബ്രെയിനിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അത് വേറെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അതെന്താണ് നമ്മൾ കണ്ടെത്തണ്ടേ? അത് നമ്മളുടെ ചെറിയ മക്കളെ മാത്രം മോട്ടിവേറ്റ് ചെയ്താൽ പോരാ. ചെറിയ കുട്ടികളൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അവരൊക്കെ വളർന്നു വലുതാവും. വലിയ ആളുകളും സുഹൃത്തുക്കളും ഇത് ചിന്തിക്കണം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 നേരം നിസ്കരിക്കുന്നു, 3 നേരം ഫുഡ് കഴിക്കുന്നു, ഒന്ന് കുളിക്കുന്നു, ഡ്രസ്സ് മാറ്റുന്നു, തങ്ങളുടേതായ ആ ജോലി ഇങ്ങനെ ചെയ്തിട്ട് ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ ജീവിച്ച് അനുഭവിച്ചു പോവുക. അതാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന ഏറ്റവും ആരോഗ്യകരമായ ചിന്തകളെ നമ്മുടെ മനസ്സിൽ ഒന്ന് വിതറുക. ആ ചിന്തകൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഏത് സംവിധാനമാവട്ടെ, AC-യോ ബൾബോ ഫോണോ മൊബൈലോ മൈക്കോ എന്തുമാവട്ടെ, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ മനസ്സുകളിലൂടെ നിരന്തരമായി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ സംഭവിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന് ഒന്നും കണ്ടുപിടിക്കാൻ ബാക്കിയില്ലേ? എല്ലാം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞോ? ഇല്ല. ഇനി എത്രയോ കാര്യങ്ങൾ
നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ ഉള്ള അറിവ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആയിരിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി ഉപകയിൽ എന്തായി ചങ്ങാതി ഇങ്ങനെയൊക്കെ പറയുന്നു അല്ലേ? ഇതിലൊക്കെ ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. നമ്മളെപ്പോഴും സത്യത്തിൻ്റെ കൂടെയായിരിക്കുക, ധർമ്മത്തിൻ്റെ കൂടെയായിരിക്കുക, നീതിയുടെ കൂടെയായിരിക്കുക, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, ക്ഷമയുള്ള, സഹനമുള്ള, ധൈര്യമുള്ള, നല്ല ക്വാളിറ്റിയുള്ള വ്യക്തികളായിരിക്കുക. അള്ളാഹു നമ്മെവരെയും സഹായിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശാന്തി, സമാധാനം, സ്വസ്ഥത, സന്തോഷം, പുരോഗതി എല്ലാം അള്ളാഹു എന്നും നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു അതിൻ്റെ പരിപൂർണ ലക്ഷ്യത്തിൽ എത്തിച്ചു പെരുമാറാവട്ടെ. നമ്മുടെ എല്ലാ ആരാധനാകർമ്മങ്ങളും നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു പരിപൂർണമായ രീതിയിൽ രൂപത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ നല്ല മക്കളായി നന്നായി പഠിക്കുന്ന, ധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള, കൃത്യമായിട്ട് ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മക്കളാക്കി വളർത്തിയെടുക്കുവാനുള്ള കരുത്ത് അള്ളാഹു രക്ഷിതാക്കളായ നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു മുസ്ലിം സഹോദര സഹോദരിമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله